ഹലോ. ഓക്കെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ ഓസ്ട്രേലിയയിൽ കുഫ്സ്റ്റൈനിൽ സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് കുറേ നേരം കിടന്നുറങ്ങി. അപ്പോൾ ഒന്ന് ഫ്രഷായി. ഇവിടെ ഇപ്പോൾ രാത്രി 1 മണിയായി. കണ്ണിനൊക്കെ ചെറിയൊരു ടയേർഡുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതെൻ്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നാട്ടിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് 2-3 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇൻ്റർവ്യൂവിൽ നോർമലി എന്നോട് എന്തൊക്കെയാണ് ചോദിച്ചതെന്നാണ് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഇൻ്റർവ്യൂവിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം നമ്മൾ ഗ്രീറ്റിംഗ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കുറച്ച് നേരം 1 മിനിറ്റോളം അവരെക്കുറിച്ച് കുറേ നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കും. അവരുടെ പേര്, അവരെന്താണ്, അവരെവിടെ നിന്നാണ് സംസാരിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ പെട്ടെന്ന് നമ്മളത് കേൾക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. എങ്കിലും അവരെക്കുറിച്ചാണ് അവർ നമ്മളോട് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ നമ്മളെക്കുറിച്ച് കുറച്ചൊന്ന് സംസാരിക്കാൻ പറയും. അല്ലാതെ ഡയറക്റ്റ് നമ്മളടുത്ത് സിഷ് ഫോർസ്റ്റൽ എന്നും പറഞ്ഞ് ചോദിക്കത്തില്ല. ആ വാക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കരുത്. അപ്പോൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും കുറച്ച് സംസാരിക്കാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്ന, നമ്മൾ പഠിച്ചിരിക്കുന്ന ഓൾറെഡി A1 പഠിച്ചതല്ല, അതിനേക്കാളും കൂടുതൽ കുറച്ച് ഫോർസ്റ്റലൻ നല്ല രീതിയിൽ പറയുക. കാരണം ഒരു B1 B2 ലെവലിലുള്ള രീതിയിൽ പറയുക, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുക. അതായത് നോർമലി നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്? പേര് പറയും, അത് കഴിഞ്ഞിട്ട് ഏജ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, ഇന്ത്യൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യമാണെങ്കിൽ അത്, അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് താമസിക്കുന്നത്, പിന്നെ ബെറൂഫ്, ഹൗസ് ബിൽഡും, അത് കഴിഞ്ഞിട്ട് എർഫാറും, നമ്മുടെ എക്സ്പീരിയൻസ്. ഇതൊന്നും നമ്മൾ A1-ലൊന്നും പറയാറില്ല. പക്ഷേ B1 B2 ലെവലിൽ നിന്നിട്ടാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എവിടെ പഠിച്ചു, നമ്മൾ എപ്പോഴാണ് പാസ് ഔട്ട് ആയത്, നമുക്ക് എവിടെയാണ് എക്സ്പീരിയൻസ് ഉള്ളത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, അതുപോലെ തന്നെ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, അതങ്ങനെ പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാരീഡ് ആണെങ്കിൽ മാരീഡ് ആണെന്ന് പറയുക. നമ്മുടെ ഹസ്ബൻഡിന് ജോലി പറയുക, എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുക. നമുക്ക് കുട്ടിയുണ്ടെങ്കിൽ കുട്ടിക്ക് എത്ര വയസ്സാണെന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ടഷ്പ്രാഹെ, പിന്നെ നമുക്കറിയാവുന്നുള്ള ലാംഗ്വേജ് പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അത് പറയാം. നമ്മുടെ ഫാദർ, നമ്മുടെ സിബ്ലിങ്സ്, അവരെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഹോബി. ഇത്രയാണ് ഞാൻ എൻ്റെ B2 കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് എന്നെക്കുറിച്ച് ഒന്ന് പറഞ്ഞത്. പിന്നെ അവർ ചോദിച്ചത് ഇതിൽ നിന്നാണ് ചോദിച്ചത്, നമ്മൾ പറഞ്ഞ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നിന്നാണ് ചോദിച്ചത്. പിന്നെ എന്നോട് ചോദിച്ച കാര്യം എന്തൊക്കെ ബേസിക് കെയർ, ഗ്രൂൺഫ്ലിഗ് ബേസിക് കെയർ എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കതിൽ എന്തൊക്കെ പറയാം? വൈറ്റൽ സയൻസ് പറയാം, അതുപോലെ തന്നെ SN ഉണ്ട്, ട്രിങ്കൻ, അത് പറയാം, പേഴ്സണൽ ഹൈജീൻ, അതുപോലെ തന്നെ റൈനികൻ, ക്ലീൻ ചെയ്യുന്ന, അവരെയൊക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യം പറയാം. അതുപോലെ തന്നെ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലോത്തിങ്, അത് പാസൻ്റെ ക്ലൈഡും അല്ലെങ്കിൽ റിഷ്ടെ ക്ലൈഡും അങ്ങനെ പറയാം. പോയിൻറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ബെസോന്ദ്രെ യൂബിങ്, സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ്, എക്സസൈസ് അതൊക്കെ ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ ദൂഷൻ, വാഷൻ ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, അങ്ങനെ പറയാം. അതുപോലെ തന്നെ എന്തെങ്കിലും ടേറ്റിക്കേറ്റ് അല്ലെങ്കിൽ ഓഫ് ഗാബെ എന്തെങ്കിലും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, എന്തെങ്കിലും അതർ ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി നമ്മൾ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഓൾഡ് ഏജ് ഹോമിലാണ് പോകുന്നതെങ്കിൽ ഇതൊക്കെയാണ് നോർമലി അവിടെ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ചോദിച്ച കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഈ ജർമ്മനെക്കുറിച്ച്, ജർമ്മൻ കൺട്രീനെ കുറിച്ച് എന്തൊക്കെ അറിയാം, അതാണ് ചോദിച്ചത്. അതിൽ ഞാൻ പറഞ്ഞത് ഒരു സ്ട്രോങ്ങസ്റ്റ് എക്കണോമിക് കൺട്രിയാണ് യൂറോപ്പിലെ. അതുപോലെ തന്നെ നല്ല ജോലി സാധ്യത, ഗുഡ് ജോബ്സ് കിട്ടും. അതുപോലെ തന്നെ ക്ലീൻ എൻവയോൺമെൻ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലോ ക്രൈം റേറ്റ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടൈം ആൻഡ് കൾച്ചർ അട്രാക്റ്റീവ്സ്, അങ്ങനെ കുറച്ച് കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നല്ല ഗുഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, അതെനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പെയ്ഡ് ലീവ് ആൻഡ് വെക്കേഷൻ ടൈം അത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ദേ വാല്യൂ പഞ്ച്വാലിറ്റി റൂൾസ് ആൻഡ് ഓർഡേഴ്സ് ഇതൊക്കെ പറഞ്ഞു. അപ്പം വളരെ
ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ച് അവരെ ഒന്ന് പൊക്കി പറഞ്ഞു. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ പോയിൻറ്റ്സുകൾ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൺട്രിയിൽ നിന്നും ജർമ്മനിയിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, സ്കിൽഡ് വർക്കേഴ്സ് ക്യാൻ മൂവ് ടു ജർമ്മൻ ബിക്കോസ് ദർ ഈസ് എ ഗുഡ് ചാൻസ് ടു ഗെറ്റ് എ ജോബ്, അങ്ങനെ പറയാം. പിന്നെ ജോബിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള പോയിൻറ്റ്സാണ് എന്തുകൊണ്ടാണ് നമ്മൾ ജർമ്മനിയിലേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ജർമ്മനിയിൽ ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടോയെന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ജർമ്മനിയിലോട്ട് വരാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക, ജർമ്മൻ സ്പ്രാഹെ ലേണിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഓൾഡ് ഏജ് പീപ്പിൾസിന് നോർമലി എന്തൊക്കെ കാര്യങ്ങളാണ്, അവർക്ക് എന്തൊക്കെ ഡിസീസാണ് നോർമലി ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് മറവി ഉണ്ടാവും, ഫെർഗസൺ മാറ്റേഴ്സ് അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ ബോഡി പെയിൻ ഉണ്ടാവും. സംടൈംസ് മഞ്ച്മാൽ അവർ അഗ്രസീവ് ആയിരിക്കും. അവരുടെ ലൗണെ വെക്സലിനായിരിക്കും, എന്ന് വെച്ചാൽ മൂഡ് ചേഞ്ചിങ് ആയിരിക്കും അവർക്ക്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കണ്ണിന് ഔഗൻ പ്രോബ്ലം അത് കുറച്ച് കുറയും. അതുപോലെ തന്നെ ഹെയറിൻ്റെ പ്രോബ്ലം ഉണ്ടാകും. പിന്നെ എപ്പോഴും അവർക്ക് ടോയ്ലറ്റ് സെൻസേഷൻ കാണും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യന് ഞാൻ മറുപടിയായിട്ട് പറഞ്ഞത്. പിന്നെ ഇവിടെ ജർമ്മനിയിലെ ഏതൊക്കെ സ്റ്റേറ്റുകൾ അറിയാം, അതുപോലെ തന്നെ ജർമ്മൻ്റെ ക്യാപിറ്റൽ എന്താണ്, പിന്നെ അതുപോലെ തന്നെ ജർമ്മനിലെ ഫേമസ് ആയിട്ടുള്ള ഫുഡിൻ്റെ പേര്, ഫുഡ് നെയിംസൊക്കെ. അപ്പോൾ നമുക്ക് പറയാം ഷ്നിറ്റ്സൽ, അതുപോലെ തന്നെ ബ്രോഡ് കേസ്, പിന്നെ കുറേ ഫുഡുകളുണ്ട്, ഹാംബർഗർ, അങ്ങനെയുള്ള കുറേ ഫുഡുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫെസ്റ്റ്, എന്തൊക്കെ ഫെസ്റ്റുകൾ ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റുകൾ, വൈനാഹ്റ്റൻ ഒരു ഫേമസ് ഫെസ്റ്റാണ്. അതുപോലെ തന്നെ ഒക്ടോബർ ഫെസ്റ്റ് ഉണ്ട്. അല്ലാതെ ഇവിടെ ഞാനിപ്പോൾ കണ്ടിടത്തോളം വോഹനൻ്റെയിലെല്ലാം ഓരോരോ ഫെസ്റ്റ് ഉണ്ടാകും. കൈസർ ഫെസ്റ്റ് ഉണ്ട്, വൈൻ ഫെസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഫെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് എന്നോട് ഇൻ്റർവ്യൂവിൽ ചോദിച്ചത്. സോ എനിക്ക് എളുപ്പമായിരുന്നു ഇൻ്റർവ്യൂ. വളരെ സിമ്പിളായിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്, ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ ഇടയ്ക്ക് നമുക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ, മനസ്സിലായില്ലെങ്കിൽ വി ബിറ്റയോ എൻജൂലിംഗോ നോ ഹൈൻമാൽ ബിറ്റയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഒരു ഐഡിയയും ഇൻ്റർവ്യൂവിനെ കുറിച്ച് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് യൂസ്ഫുൾ ആകും എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.